Dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം PCCST 303 മൊഡ്യൂൾ 3 ടോപ്പിക്കാണ്. ഓൾറെഡി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ബൈനറി ട്രീ എന്താണ്, ബൈനറി ട്രീൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ചു. ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഫുൾ ബൈനറി ട്രീ, ദെൻ കംപ്ലീറ്റ് ബൈനറി ട്രീ, പെർഫെക്റ്റ് ബൈനറി ട്രീ, ദെൻ സ്ക്യൂഡ് ബൈനറി ട്രീ ആൻഡ് ബാലൻസ്ഡ് ബൈനറി ട്രീ. അപ്പം ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അത് ഓരോന്നും എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. സിലബസിൽ വരുന്ന പ്രോപ്പർട്ടീസ് നോക്കാം. ഇതാണ് സിലബസ്. ഇതിൽ നമ്മൾ ഇത് ട്രീസ് ട്രീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രീസ്, ബൈനറി ട്രീസിലെ ടൈപ്സ് വരെ നോക്കി. നെക്സ്റ്റ് ഇസ് പ്രോപ്പർട്ടീസ്. സോ നമ്മൾ ബൈനറി ട്രീ എന്ന് പറഞ്ഞാൽ കണ്ടു. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ട്രീ വെർ ഈച്ച് നോഡ് ഹാസ് അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ. ഓരോ നോഡിനും അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ മീൻസ് മാക്സിമം 2 ചിൽഡ്രനെ വരത്തുള്ളൂ അല്ലേ. ഒന്നുകിൽ ഒരു ചൈൽഡും കാണത്തില്ല, അല്ലെങ്കിൽ ഒരു ചൈൽഡ് കാണും, അല്ലെങ്കിൽ 2 ചിൽഡ്രൻ കാണും. അങ്ങനെ അതിൽ കൂടുതൽ വരത്തില്ല. അപ്പോൾ അതിനെയാണ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 7 പ്രോപ്പർട്ടീസാണ് മെയിനായിട്ടുള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത്രയൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്നുള്ള. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇറ്റ്സ് എ മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് അറ്റ് ലെവൽ I. മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് ഓരോ ലെവൽ, നമ്മൾ ട്രീ എടുത്തു കഴിഞ്ഞാൽ ലെവൽ 0 ഓരോ ലെവൽ കാണും. അപ്പോൾ ഓരോ ലെവലിലുള്ള മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ്. അപ്പോൾ അതിനൊക്കെ ഒരു ഫോർമുലാസ് ഉണ്ട്. ഫോർമുലാസ് പഠിക്കുക. നിങ്ങൾ ഒരു ട്രീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെവൽ ബൈനറി ട്രീ വരച്ച് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് ഒരു ലെവലിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാനതേ ഉള്ളൂ. സ്റ്റിൽ അതിന് വേറെ ഫോർമുലയുണ്ട്. അതേപോലെ സെക്കൻഡ് വൺ ഈസ് മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് ഇൻ എ ബൈനറി ട്രീ ഓഫ് ഹൈറ്റ് h ഉള്ള ഒരു ബൈനറി ട്രീയിൽ മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എത്ര വരും? അതായത് ഹൈറ്റ് ഇപ്പോൾ 3 ഉള്ള ഒരു ട്രീയിൽ മാക്സിമം ആ ട്രീയിൽ എത്ര നോട്ട്സ് വരും? നമുക്കറിയാം, ഇപ്പോൾ ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം 2 ചിൽഡ്രനെ വരത്തുള്ളൂ. അപ്പം എല്ലാ ലെവൽസും ഫില്ല് ചെയ്യുന്നതാണല്ലോ. എന്നുവെച്ചാൽ നമ്മളൊരു പെർഫെക്റ്റ് ബൈനറി ട്രീ ആണ് മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത്. കാരണം ഓൾ ലെവൽസ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഓക്കെ, അടുത്ത തേർഡ് പ്രോപ്പർട്ടി ഈസ് മിനിമം പോസിബിൾ ഹൈറ്റ് h ഓഫ് എ ബൈനറി ട്രീ വിത്ത് n നോട്ട്സ്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് h ഉള്ള ഒരു ട്രീക്ക് മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എത്ര. അടുത്തത് ഒരു n നോട്ട്സ് ഉള്ള ബൈനറി ട്രീന് മിനിമം പോസിബിൾ ഹൈറ്റ് എത്രയാണ് വരുന്നത്. അതാണ് തേർഡ് പ്രോപ്പർട്ടി. ഫോർത്ത് പ്രോപ്പർട്ടി ഈസ് ഒരു പെർഫെക്റ്റ് ബൈനറി ട്രീയിൽ ലീഫ് നോട്ട്സിൻ്റെയും ഇൻറ്റേർണൽ നോട്ട്സിൻ്റെയും ടോട്ടൽ നോട്ട്സിൻ്റെയും റിലേഷൻ. ഇപ്പം ഒരു പെർഫെക്റ്റ് ബൈനറി ട്രീ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻറ്റേർണൽ നോട്ട്സ് പ്ലസ് 1 ആയിരിക്കും. നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ച് ഓരോ നോക്കാം. ദെൻ ടോട്ടൽ നോട്ട്സ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് മൈനസ് 1 ആയിരിക്കും. സോ ഒരു പെർഫെക്റ്റ് ബൈനറി ട്രീയുടെ കേസാണ് ഇത് പറയുന്നത്. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഫുൾ ബൈനറി ട്രീയുടെ കേസാണ് പറയുന്നത്. അതിൻ്റെ അകത്തും ഈ ലീഫ് നോട്ട്സും ഇൻറ്റേർണൽ നോട്ട്സും ടോട്ടൽ നോട്ട്സും തമ്മിലുള്ള റിലേഷൻ, അതിനും ഒരു ഇക്വേഷൻ ഉണ്ട്, ഫോർമുലയുണ്ട്. നമുക്കത് അവിടെ പഠിക്കാം. ഇനി അടുത്ത സിക്സ്ത് വണ്ണസ് ഇപ്പം n നോട്ട്സ് ഉള്ളൊരു ബൈനറി ട്രീയിൽ എക്സാക്ട്ലി n-1 എഡ്ജസ് ഉണ്ടാവും. അതായത് ഇപ്പം 4 നോഡുള്ള ഒരു ട്രീ ആണെങ്കിൽ എക്സാക്ട്ലി 3 എഡ്ജസ് അതിലിവിടെ ഉണ്ടാകും. മനസ്സിലായോ? അതാണ് സിക്സ്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ സെവൻത്ത് പ്രോപ്പർട്ടി ഈസ് ട്രീ ട്രാവേഴ്സൽസ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു ട്രീ ട്രാവേഴ്സൽ നിങ്ങൾക്ക് അടുത്ത ഈ സിലബസിൽ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരും. ഇതിൽ വരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ട്രീ ട്രാവേഴ്സൽ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്നാലും ഏതൊക്കെ ട്രാവേഴ്സൽ ഉണ്ടെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നമുക്കിതിൽ കൂടെ പഠിക്കാം. So these are the different properties of a binary tree. നമുക്ക് ഓരോന്നും നോക്കാം. So first property is maximum number of nodes at level I. maximum number of nodes, ഒരു ലെവലിലുള്ള മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എത്രയെന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഇപ്പം ലെവൽ 0 റൂട്ട് ഇസ് അറ്റ് ലെവൽ 0. ലെവൽ 0യിൽ ഒരു നോഡ് ഉണ്ടാവുള്ളൂ, ദാറ്റ് ഇസ് റൂട്ട് നോഡ്. ഇപ്പോൾ ലെവൽ 0യിൽ 1 നോഡ്. ലെവൽ ഇവിടെ 1 ഇല്ലോ,
എത്ര നോഡ്സ് ഉണ്ട്? 2. അപ്പോൾ ലെവൽ 0ൽ എത്ര നോഡ്? 1 നോഡ്. ഇവിടെ ലെവൽ 1ൽ എത്ര നോഡ്? 2 നോഡ്. ഇവിടെ ലെവൽ 2ൽ എത്ര നോഡ്? 1 2 3 4 കണ്ടോ? 4 നോഡ്സ്. അപ്പോൾ ഈ ഒരു റിലേഷൻ നോക്കിക്കേ. യെസ്, 2⁻i. ഇപ്പം ലെവൽ i ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് എത്രയും? 2⁻i. മാക്സിമം നമ്പർ ഓഫ് നോഡ്സ്. ഇപ്പം ഇവിടെ ഇപ്പം ഇങ്ങനൊരു ട്രീ ആണെങ്കിലോ, ഇപ്പം സപ്പോസ് ഇങ്ങനെ ഒരു ട്രീ ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു ട്രീ ആണെങ്കിലോ, ഇപ്പം ഇങ്ങനെ ഒരു ട്രീ, ഇതും ഒരു ട്രീ ആണ്, ഇതൊരു ബൈനറി ട്രീ ആണ്, ഇതും ഒരു ബൈനറി ട്രീ ആണ്. പക്ഷേ ഈ പറയുന്ന ലെവൽ 0ൽ ഒരു നോഡേ ഉള്ളൂ, ഈ പറയുന്ന ലെവൽ 1ൽ 2 നോഡ്. ലെവൽ 0, ലെവൽ 1, ലെവൽ 2. ഈ ലെവൽ 0ൽ ഒരു 0 അല്ലല്ലോ, ലെവൽ 0ൽ 1 നോഡ്, ലെവൽ 1ൽ 2 നോഡ്, ലെവൽ 2ൽ ഇവിടെ എത്ര നോഡേ ഉള്ളൂ? 2 നോഡേ ഉള്ളൂ. പക്ഷേ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് ഇവിടെ കവർ ചെയ്തോ? ഇല്ല. കാരണം മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് മീൻസ് എത്ര നോഡ്സ് വരെ വരാം. ഇതിനൊരു 2 ചൈൽഡും കൂടെ മാക്സിമം വരാമല്ലോ, മാക്സിമം. സോ മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ലെവൽ ഐ എന്ന് പറയുന്നത് എന്താണ്? 2⁻i. ഇവിടെ ഐൻ്റെ വാല്യൂ 0 ആണെങ്കിൽ 2⁻i is 2⁻0, ദാറ്റ് ഈസ് 1. ഇനി 2 ഇവിടെ 1, ദാറ്റ് ഈസ് 2. ഇവിടെ 2⁻2, ദാറ്റ് ഈസ് 4. ഓക്കെ. സോ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് അറ്റ് ലെവൽ ഐ ഇസ് 2⁻i. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കിക്കേ. മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് ഇൻ എ ബൈനറി ട്രീ ഓഫ് ഹൈറ്റ് h. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ് എത്ര വരും? 1 2. ഹൈറ്റ് ഇസ് 2. ഹൈറ്റ് 2 ഉള്ള ഒരു ട്രീക്ക് എത്ര മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് വരും? 1 2 3 4 5 6 7. എത്ര വരും? 7 വരും. മാക്സിമം ഹൈറ്റ് ഒരു ട്രീൻ്റെ ഹൈറ്റ് ഇപ്പം 2 ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് നോഡ്സ് അതിൽ വരും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇതിപ്പോൾ ഹൈറ്റ് 2 ഉള്ള ട്രീ ആണ് ഇത്. എത്ര നോഡ്സ് വന്നു? മാക്സിമം 7. സോ അതിനും ഒരു ഇക്വേഷൻ ഉണ്ട്, 2⁻h + 1 - 1. ഇവിടെ ഈ കേസാണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ് അല്ലേ. 2⁻h എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 + 1 - 1. സോ 2 + 1 3. 2⁻3 - 1. 2⁻3 - 1. 2⁻3 is 8. 8 - 1 is 7. അപ്പോൾ നമുക്കൊരു വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ട്രീ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഇതൊരു ട്രീ ആണല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 1 2 3. ഇതിൻ്റെ ഹൈറ്റ് 3 ആണ്. അപ്പം നോർമലി നമ്മൾ മറ്റേ ഫോർമുല എന്താണ്? 2 ഹൈറ്റ് + 1 - 1. അതായത് 2⁻3 + 1. 3 + 1 is 4. 2⁻4. 2⁻4 is 16. 16 - 1, ദാറ്റ് ഇസ് 15 ആണേ. പക്ഷെ ഇവിടെ 15 നോട്ട്സ് ഉണ്ടോ? ഇല്ല. അപ്പം ഒരു ഹൈറ്റ് h ആയിട്ടുള്ള ട്രീയിൽ ഞാൻ പറയുന്നു 2⁻h + 1 - 1 നോട്ട്സ് ഉണ്ടെന്ന് മാക്സിമം. പക്ഷെ ഇതിൽ മാക്സിമം നോട്ട്സ് ഞാൻ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. സോ മാക്സിമം നോട്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം, 16 വരുമോ എന്നുള്ളത്. മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 നോഡും കൂടെ വരും. ഇതിന് 2 നോഡും കൂടെ വരും. ഓക്കെ. ഇനി ഇതിന് 2 നോഡും കൂടെ വരും. ഇതിന് 2 നോഡും കൂടെ വരും. ഇതിന് 2 നോഡും കൂടെ വരും. ഇനിയിപ്പോൾ കൗണ്ട് ചെയ്ത് നോക്കിക്കേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. കറക്റ്റ് അല്ലേ? അപ്പോൾ മാക്സിമം ഒരു ഹൈറ്റ് എന്നുവെച്ചാൽ h ഹൈറ്റുള്ളൊരു ട്രീയിൽ സോ ഇവിടെ ഒരു മാക്സിമം
മാക്സിമം എന്നല്ല, ഒരു ഹൈറ്റ് എച്ച് ഉള്ള ഒരു ട്രീയിൽ മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എത്രയാണ്? 2^(h+1 - 1). അപ്പം അത് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. ഇപ്പം മാക്സിമം തന്നെ ആവണം, മീൻസ് മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് അല്ല. ഇപ്പോൾ ഒരു ഹൈറ്റ് 3 ഉള്ളൊരു ട്രീയിൽ നോക്കിക്കേ. ഇപ്പോൾ ഒരു ഹൈറ്റ് 3, ഇപ്പോൾ ഈ ഒരു ട്രീ എടുത്താലോ, ഈ ഒരു ട്രീ ഇത്ര നോട്ട്സേ ഉള്ളേ. അപ്പോൾ ഇതിൽ എത്ര നോട്ട്സ് ഉണ്ട്? 1 2 3 4 5 6. ഞാനിപ്പം വേറൊരു ഹൈറ്റ് 3 ഉള്ള ട്രീ വരയ്ക്കാം. ഓക്കെ, ഇതൊരു ട്രീ ആണ്. ഇത് ബൈനറി ട്രീ ആണല്ലോ. ഞാൻ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 2 3 ആണ് ഇതിൻ്റെ ഹൈറ്റ്. പക്ഷേ മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എത്രയാണ്? മാക്സിമം നമ്പർ അല്ല, ഈ ട്രീയിലുള്ള എത്ര നോട്ട്സ് ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ ഹൈറ്റ് 3 ഉള്ള ഒരു ട്രീന് നമ്പർ ഓഫ് നോട്ട്സ് എത്ര വേണമെങ്കിലും ആവാം. മനസ്സിലാവും? എത്ര വേണമെങ്കിലും ആവാം. പക്ഷെ മാക്സിമം എന്ന് പറഞ്ഞാൽ എത്രയേ വരത്തുള്ളൂ? 2^(h+1 - 1). അതായത് 15 വരത്തുള്ളൂ. മിനിമം എത്ര നോഡ് വരാം? മിനിമം നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം മിനിമം പറയാൻ പറ്റത്തില്ല. കാരണം ഇതൊരു ബൈനറി ട്രീ ആണ്. ഇത് ഒരു ബൈനറി ട്രീ ആണ്. ഇതിൻ്റെ ഹൈറ്റ് 3 ആണ്. പക്ഷേ ഇതിനാകെ 4 നോഡേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു ബൈനറി ട്രീ ആണ്. അപ്പോൾ മിനിമം നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. റൂട്ട് നോഡ് എന്തായാലും ഉണ്ടാകും. നമുക്ക് നോർമലി ഒരു ട്രീയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു നോഡെങ്കിലും അതിൻ്റെ അകത്ത് കാണും, റൂട്ട് നോഡ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? പക്ഷേ ഒരു ഹൈറ്റ് ഓഫ് ദ ട്രീ ആവണമെങ്കിൽ നമുക്ക് മിനിമം ഒരു ഈ ഒരു 4 നോട്ട്സ് എങ്കിലും ഉണ്ടാകണം, അല്ലേ? 4 നോട്ട്സ് എങ്കിലും അവിടെ ഉണ്ടാകണം. എന്നാലേ ഹൈറ്റ് 3 ഫോം ചെയ്യത്തുള്ളൂ. അതേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു മിനിമം കൗണ്ടേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന എനിക്ക് മാക്സിമം നമ്പർ നമുക്ക് പറയാൻ പറ്റും, മിനിമം നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിപ്പം ഒരു ഹൈറ്റ് ഓഫ് ദ ട്രീ മിനിമം ആയി, അല്ലേ? അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഈ സ്ട്രക്ചർ വേണം ഇങ്ങനെ കൊടുത്താലും ഹൈറ്റ് എന്ത് തന്നെയാണ്? 3 തന്നെ വരും. മിനിമം നമ്പർ ഓഫ് നോട്ട്സ് 3 ഹൈറ്റ് ആണെങ്കിൽ 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെയും അല്ലേ, നമുക്ക് എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഡിപ്പെൻസ് ആണ്. പക്ഷേ മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് നമുക്ക് പറയാൻ പറ്റും 2^(h+1 - 1). മിനിമം നമ്പർ ഓഫ് നോട്ട്സ് നമുക്ക് ഇങ്ങനെയും ഒന്നും പറയാൻ പറ്റില്ല. അല്ലാതെ എത്ര നോട്ട്സ് ഉണ്ടെന്നുള്ളത് നമുക്കത് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഇസ് തേർഡ് പ്രോപ്പർട്ടി ഈസ് മിനിമം പോസിബിൾ ഹൈറ്റ് h ഓഫ് എ ബൈനറി ട്രീ വിത്ത് n നോട്ട്സ്. അതായത് നമുക്ക് ഒരു ബൈനറി ട്രീ ഉണ്ട്, അതിന് n നോട്ട്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n നോട്ട്സ് ഉള്ള ഒരു ബൈനറി ട്രീയിൽ മിനിമം പോസിബിൾ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര നോട്ട്സ് ഉണ്ട്? 7 നോട്ട്സ് ഉണ്ട്. 7 നോട്ട്സിന് മിനിമം എത്ര ഹൈറ്റ് വരും? 7 നോട്ട്സ് ഉള്ള ഒരു ട്രീയിൽ മിനിമം എത്ര ഹൈറ്റ് വരും? അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? യെസ്, ഇതിൻ്റെ ഹൈറ്റ് 2 ആണ്. അപ്പോൾ അതിന് ഫോർമുല ഉണ്ട്, log n+1 to the base 2 - 1. സോ ഇവിടെ ഹൈറ്റ് ഇവിടെ നോട്ട്സ് എത്രയാണ്? 7 ആണ്. സോ നമുക്ക് എങ്ങനെ വരും? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ log n+1, n ഇവിടെ എത്രയാണ്? 7 + 1 8 to the base 2 - 1. ഇനി log 8 to the base 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 ആണെന്ന് പറയാം. സോ 3 - 1 is 2. അപ്പോൾ ഇവിടെ ഹൈറ്റ് എത്രയാണ്? 2. അപ്പോൾ 7 നോട്ട്സ് ഉള്ള ഒരു ട്രീക്ക് ഹൈറ്റ് എത്രയാണ്? 2 ആണ്. ഇപ്പം ഞാനൊരു വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഹൈറ്റ് 3 ഉള്ള ഒരു ബൈനറി ട്രീ ഞാൻ വരയ്ക്കാം. ഇത് ഹൈറ്റ് 3 ഉള്ള ബൈനറി ട്രീ അല്ലേ? ഹൈറ്റ് 3. അപ്പോൾ ഞാൻ ഫോർമുല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുവാണ് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട്. അല്ല, ഇവിടെ എത്ര നോട്ട്സ് ഉണ്ട്? 1 2 3 4 5. അപ്പോൾ ഫോർമുല എന്താണ്? log n+1. ഇവിടെ എത്ര നോട്ട്സ് ഉണ്ട്? 3 + 2 3 4 5 6. 3 + 3 6. അപ്പം 6 + 1 7. log n+1 to the base 2 - 1 അല്ലേ? യെസ്. സോ എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 6 + 1 7. സോ log 7 to the base 2 - 1. ഇവിടെ സീലിംഗ് ആണ് വരുന്നത്. സീലിംഗ് വരുമ്പോൾ നമുക്കറിയാം റൗണ്ട് ഓഫ് നിയറസ്റ്റ് ഇത്
കുറച്ചുകൂടി ലോവർ ഇതിൽ റൗണ്ട് ഓഫ് ചെയ്യും. അപ്പം നോർമലി ലോഗ് 7 to the base 2 എന്ന് പറയുമ്പോഴത്തേക്കും സംതിങ് എന്ത് വരും? സോ ലോഗ് 7 to the base 2 എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ് സംതിങ് ആണ്, 2.8 സംതിങ് ആണ്. അപ്പോൾ നമ്മൾ അറൗണ്ട് 2 ആയിരിക്കും. 2 - 1 1 എന്ന് വരും. ഹൈറ്റ് 1 ആണോ ഇവിടെ? ഹൈറ്റ് 1 ആണോ? അല്ല. കാരണം ഇവിടെ ഞാനിവിടെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ സീലിംഗ് ഫംഗ്ഷനാണ് എടുക്കുന്നത്. സീലിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും എത്ര വരും? ഇപ്പം ലോഗ് 7 to the base 2 എന്ന് പറയുമ്പോൾ 2.8 സംതിങ് വരും. അത് 3 ആവും. സോ 2 അല്ല, 3 - 2. അതായത് കൺഫ്യൂഷൻ വന്നത്. 3 - 2 3 - 1 ദാറ്റ് ഈസ് 2. അപ്പം മിനിമം പോസിബിൾ ഹൈറ്റ് എത്ര? 2 വരും. അപ്പം ഒരു 6 നോട്ട്സ് ഉള്ള ട്രീയിൽ മിനിമം ഹൈറ്റ് എത്ര വരും? 2 വരും അല്ലേ? മിനിമം ഹൈറ്റ് 2 വരും. പക്ഷേ ഇവിടുത്തെ കേസിൽ 3 ആണ് വരുന്നത്. അപ്പം മിനിമം എത്ര വരും? 2 വരും. കാരണം വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. വേറൊരു എക്സാമ്പിൾ ഞാൻ എടുത്ത് നോക്കാം. ഇവിടെ അപ്പം ഈ ഒരു എക്സാമ്പിൾ എടുത്തപ്പോൾ നമുക്ക് കണ്ടു 1 2 3 4 5 6 7 നോട്ട്സ് ഉണ്ട് ഇവിടെ അല്ലേ? 7 നോട്ട്സ് ഉണ്ട്. 7 നോട്ട്സിൽ മിനിമം പോസിബിൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഇപ്പം എനിക്ക് 2 ഒരു ഹൈറ്റ് അല്ലെങ്കിൽ 3 ഒരു ഹൈറ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എത്ര നോട്ട്സ് കവർ ചെയ്യണം? 3 ഒരു ഹൈറ്റ് വരുന്നെങ്കിൽ മിനിമം എത്ര നോട്ട്സ് കവർ ചെയ്യണം? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇപ്പം ഇതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത്ര നോട്ട്സ് ഉണ്ട്, മിനിമം പോസിബിൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയുന്നത്. നമ്മുടെ ഒരു n നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ടെങ്കിൽ മിനിമം പോസിബിൾ ഹൈറ്റ് ആ ട്രീക്ക് വരുന്നത് സീലിംഗ് ഓഫ് ലോഗ് n + 1 to the base 2 - 1. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് 4th പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ബൈനറി ട്രീയിൽ ലീഫ് നോട്ട്സും ഇൻറ്റേർണൽ നോട്ട്സും ടോട്ടൽ നോട്ട്സും തമ്മിൽ റിലേഷനാണ്. നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻറ്റേർണൽ നോട്ട്സ് + 1. ഇവിടെ ഇൻറ്റേർണൽ നോട്ട്സ് ഏതൊക്കെയാണ്? 1 2 3 3 ഇൻറ്റേർണൽ നോട്ട്സ് ഉണ്ട്. എത്ര ലീവ്സ് ഉണ്ട്? 1 2 3 4. സോ നമ്പർ ഓഫ് ഇൻറ്റേർണൽ നോട്ട്സ് 3. സോ 3 + 1 ആണ് നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് എത്രയാണ്? 4. കറക്റ്റ് അല്ലേ? അടുത്തൊരു ഇക്വേഷൻ, ടോട്ടൽ നോട്ട്സ് ഇസ് ഈക്വൽ ടു 2 times ദ നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് -1. അപ്പോൾ ഇവിടെ ടോട്ടൽ നോട്ട്സ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നോർമലി ഒരു പെർഫെക്റ്റ് ബൈനറി ട്രീയിൽ ഇങ്ങനെയാണ്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് എത്രയാണ്? 1 2 3 4. 2 times നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് -1. 2 × 4 8. 8 - 1 7. അപ്പോൾ ഇതിൽ എത്ര നോട്ട്സ് ഉണ്ട്? ടോട്ടൽ നോട്ട്സ് എത്ര ഉണ്ട്? 1 2 3 4 5 6 7. സോ ഒരു പെർഫെക്റ്റ് ബൈനറി ട്രീയിൽ നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻറ്റേർണൽ നോട്ട്സ് +1 ആയിരിക്കും. ദെൻ ടോട്ടൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ 2 × നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് -1 ആയിരിക്കും. ഓക്കെ. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഒരു ഫുൾ ബൈനറി ട്രീയുടെ കേസാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ലീഫ് നോട്ട്സും ഇൻറ്റേർണൽ നോട്ട്സും ടോട്ടൽ നോട്ട്സും. ഇപ്പോൾ ലീഫ് നോട്ട്സ് വിൽ ബി ഈക്വൽ ടു n + 1 ഡിവൈഡഡ് ബൈ 2. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നോട്ട്സ്. ഇവിടെ നമ്പർ ഓഫ് ലീഫ് നോട്ട്സ് എത്രയാണ്? നമ്പർ ഓഫ് ടോട്ടൽ നോട്ട്സ് എത്രയാണ്? 1 2 3 4 5. സോ n 5 ആണേ. സോ ഇവിടെ നമ്മുടെ ടോട്ടൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 ആണ്. സോ 5 + 1 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 6 + 1 ഡിവൈഡ് ബൈ 2 3 ലീഫ് നോട്ട്സ് അല്ലേ? 1 2 3. സോ അതാണ് ആ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇൻറ്റേർണൽ നോട്ട്സ് കണ്ടുപിടിക്കുന്ന ഫോർമുലയുണ്ട് n - 1/2. ഇവിടെ n എത്രയാണ്? 5. 5 - 1 4. 4/2 എത്രയാണ്? 2. ഇവിടെ എത്ര ഇൻറ്റേർണൽ നോട്ട്സ് ഉണ്ട്? 12ഉം 8 മാത്രമേ ഉള്ളൂ ഇവിടെ ഇൻറ്റേർണൽ നോട്ട്സ്. സോ 2. സോ ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ബൈനറി ട്രീസിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളത് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഇനി അടുത്ത് നെക്സ്റ്റ് 6th പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു n നോട്ട്സുള്ള ട്രീക്ക് എക്സാക്ട്ലി n - 1 എഡ്ജസ് ഉണ്ടാവും.
ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എത്ര നോട്ട്സ് ഉണ്ട്? 1 2 3 4 5 നോട്ട്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ട്? 4 എഡ്ജസ് ഉണ്ട്. n-1 എഡ്ജ് ആയിരിക്കും. ഇവിടെ അതാണ് എത്ര നോട്ട്സ് ഉണ്ട്? 1 2 3 4 5. എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4 എഡ്ജസ് ഉണ്ട്. ഏതൊരു ട്രീ എടുത്താലും ഇങ്ങനെയായിരിക്കും. എ ട്രീ വിത്ത് n നോട്ട്സ് ഉണ്ടെങ്കിൽ എക്സാക്ട്ലി n-1 എഡ്ജസ്സേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ. ദ ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദ ട്രാവേഴ്സൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാവേഴ്സൽ എന്ന് പറയുന്നത് നമ്മൾ ഒരു നോഡിനെ എങ്ങനെയാണ് വിസിറ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇതൊരു ട്രീ ആണേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഒരു ട്രീ ആണ് അല്ലേ? ഇതൊരു ട്രീ ആണ്. അപ്പോൾ ഈ ട്രീയിൽ, ഇപ്പോൾ ഈ ഒരു ട്രീക്കകത്ത് സോ ഇവിടെ നിങ്ങൾക്ക് ഈ നോട്ട്സ് ഉണ്ട്. എത്ര നോട്ട്സ് ഉണ്ട്? 1 2 3 4 5 6 7 ഇത്ര നോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും നോട്ട്സിന് നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വിസിറ്റ് ചെയ്യുന്നത്? ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ വിസിറ്റ്, ഹൗ ദീസ് നോട്ട്സ് ആർ ട്രാവേഴ്സ്ഡ്, ഹൗ ദീസ് നോട്ട്സ് ആർ വിസിറ്റഡ് 1 by 1. അതാണ് നമ്മൾ നോക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നോർമലി നമ്മൾ എന്ത് വിചാരിക്കും? ഇങ്ങനെ ആയിരിക്കും വിസിറ്റ് ചെയ്യണം, 1 2 3 4 5 6 7 അങ്ങനെയും വിസിറ്റ് ചെയ്യാം. അല്ല എനിക്ക് വേണേൽ ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൂടെ? ആദ്യം 1, പിന്നെ 2, ദെൻ പിന്നെ 4, പിന്നെ 5, അതായത് 1 2 4 5, പിന്നെ എനിക്ക് 3 6 7 എനിക്ക് അങ്ങനെയും വിസിറ്റ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് താഴേന്ന് മുകളിലോട്ട് വിസിറ്റ് ചെയ്യാം. 4 5 2 6 7 3 1 അങ്ങനെയും വിസിറ്റ് ചെയ്യാം. പല രീതിയിലും വിസിറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് വേറെ പല രീതിയിലൊന്നും വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ശരിക്കും 4 രീതിയിൽ വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 4 രീതിയിൽ വിസിറ്റ് ചെയ്യുന്നതിന് 4 പേരുണ്ട്. ഇപ്പം ഞാൻ വിസിറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, എക്സ്പ്രഷൻസിൽ പഠിച്ചിട്ടുണ്ട് ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ്, പ്രീഫിക്സ്. അവിടെ നിങ്ങൾ ഇപ്പം A+B ആണെങ്കിൽ നിങ്ങളതിനെ ഇൻഫിക്സ് എന്ന് പറയും. കാരണം ഓപ്പറേറ്റർ ഈസ് ബിറ്റ്വീൻ ദ ഓപ്പറാൻസ് ആണ്. ഇനി +AB എന്ന് പറയുന്നത് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പ്രിസീഡിങ് ദ ഓപ്പറാൻസ് ആണ്. ഇനി AB+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പറാൻസിന് ശേഷമാണ്, സക്സീഡിങ് ദ ഓപ്പറാൻഡ് ആണ്. സോ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എക്സ്പ്രഷൻസ് പറയാം. അതേപോലെ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. പ്രൊവൈഡഡ് എയും ബി എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് നോഡും റൈറ്റ് നോഡും, പ്ലസ് എന്ന് പറഞ്ഞാൽ റൂട്ടും. എ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ചൈൽഡ്, ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് ചൈൽഡ്, പ്ലസ് എന്ന് പറഞ്ഞാൽ റൂട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ഇൻഫിക്സിനെ പറയുന്നത് ഇവിടെ ഇൻ ഓർഡർ എന്ന് പറയും, പ്രീഫിക്സിന് പ്രീ ഓർഡർ എന്ന് പറയും, പോസ്റ്റ് ഫിക്സിന് പോസ്റ്റ് ഓർഡർ എന്ന് പറയും. പിന്നെ നമുക്ക് ഒരു ട്രാവേഴ്സലും കൂടെ ഉണ്ട്, ലെവൽ ഓർഡർ. സോ ബേസിക്കലി നമുക്ക് 4 ടൈപ്സ് ഓഫ് ട്രാവേഴ്സൽസ് ഉണ്ട്. ഇൻ ഓർഡർ ട്രാവേഴ്സൽ, ദെൻ പ്രീ ഓർഡർ ട്രാവേഴ്സൽ, ദെൻ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ, ദെൻ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ. ഇതിൽ ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ A+B ഇൻഫിക്സ് പോലെ തന്നെയാണ്. ഇവിടെ A എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ചൈൽഡ്, B എന്ന് പറഞ്ഞാൽ റൈറ്റ് ചൈൽഡ്, പ്ലസ് എന്ന് പറഞ്ഞാൽ റൂട്ടാണെന്നുള്ള രീതിയിൽ ഓർക്കുക. അപ്പോൾ ട്രാവേഴ്സ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ്, റൂട്ട്, ദെൻ റൈറ്റ്. അപ്പം ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ ലെഫ്റ്റ്. അപ്പോൾ സ്റ്റിൽ അതൊരു ട്രീ ആണ്. ഇനി അതിൻ്റെ ലെഫ്റ്റ് എടുക്കണം. അതിൻ്റെ ലെഫ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 4 എടുക്കും. സോ ഫസ്റ്റ് 4 വരും. ഓക്കെ, അടുത്ത ഏത് വരും? 4 വരും. അടുത്ത ഏത് വരും? റൂട്ട് വരും. റൂട്ട് ഇവിടെ ഏതാണ്? 2 വരും. അതാണ് 2 വന്നിരിക്കുന്നത്, കണ്ടോ? അടുത്ത എന്താണ്? റൈറ്റ് വരും. റൈറ്റ് എന്ന് പറഞ്ഞാൽ 5, അതാണ് ഇവിടെ 5 വന്നിരിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് എല്ലാം തീർന്നു. അടുത്ത എന്ത് വരും? റൂട്ട് വരും. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ ഒന്ന് റേസ് ചെയ്യാണ്, എല്ലാം കൂടെ നമുക്ക് കൺഫ്യൂഷൻ ആവും. ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞേ. അപ്പോൾ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് ഫുള്ളും തീർന്നു. ലെഫ്റ്റ് ഫുള്ളും തീർന്നു. അടുത്ത എന്ത് വരും? റൂട്ട് വരും. റൂട്ട് ഏതാണ്? 1. അപ്പോൾ അതും ഫില്ലായി. നെക്സ്റ്റ് റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളും എടുക്കുക. ഇതിൽ ലെഫ്റ്റ് ഏതാണ്? 6. ഓക്കെ, പിന്നെ ഏതാണ്? റൂട്ട്. ഇതിലെ റൂട്ട് ഏതാണ്? 3. ഇനി ഇതിൻ്റെ റൈറ്റ് ഏതാണ്? 7. സോ ഇങ്ങനെയാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ. ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആദ്യം ലെഫ്റ്റ് എടുക്കും, ലെഫ്റ്റ് സബ് ട്രീ എടുക്കും, ലെഫ്റ്റ് സബ് ട്രീ എടുക്കും, അതിൻ്റെ പിന്നെ ലെഫ്റ്റ് എടുക്കും, അതിൻ്റെ റൂട്ട്, അതിൻ്റെ റൈറ്റ്. അപ്പോൾ ടോട്ടൽ ലെഫ്റ്റ് തീർന്നു. ദെൻ മെയിൻ റൂട്ട് എടുക്കും, പിന്നെ റൈറ്റ് വരും. അപ്പോൾ അതിൽ ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്.
സോ ഇങ്ങനെയാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ. ഇതുപോലെ തന്നെയാണ് എല്ലാ ട്രാവേഴ്സലും വരുന്നത്. നമുക്ക് ഇനി അടുത്ത ട്രാവേഴ്സൽ നോക്കാം. അടുത്ത ട്രാവേഴ്സൽ എന്ന് പറയുന്നത് പ്രീ ഓർഡർ ട്രാവേഴ്സലാണ്. പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുമ്പം ആദ്യം റൂട്ട്, ദെൻ ലെഫ്റ്റ്, ദെൻ റൈറ്റ്. അതാണ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. നമ്മൾ പ്ലസ് പ്രിഫിക്സ് എങ്ങനെയാണ്? പ്ലസ് എ ബി അല്ലേ? അതേപോലെ റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. അപ്പം ഇതിൽ ആദ്യം നമ്മൾ റൂട്ട് എടുക്കും. റൂട്ട് ഏതാണ്? 1 വരും. ഇനി എന്താണ്? റൂട്ട് അപ്പോൾ തീർന്നു, റൂട്ട് തീർന്ന്. ഇനി അത് വരും, അടുത്ത വരും ലെഫ്റ്റ് വരും. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം എടുക്കും. ഈ ഭാഗത്ത് നമ്മൾ വീണ്ടും റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. റൂട്ട് ഏതാണ്? 2 എടുത്തു. പിന്നെ ഏതാണ്? ലെഫ്റ്റ് 4 എടുത്തു. ദെൻ റൈറ്റ് 5 എടുത്തു. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് തീർന്നു. അടുത്ത ആരാണ്? റൈറ്റ് വരും. റൈറ്റിൽ വീണ്ടും റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. റൂട്ട് ആരാണ്? 3 എടുക്കും. പിന്നെ ലെഫ്റ്റ് 6 എടുക്കും. ദെൻ റൈറ്റ് 7 എടുക്കും. സോ ദിസ് ഇസ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. സിമിലർലി നമ്മൾ അതേപോലെ തന്നെ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ ഇത് തന്നെയാണ്. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ്, റൈറ്റ്, ദെൻ റൂട്ട്. ഓക്കെ, പോസ്റ്റ് ഓർഡർ. അപ്പം ആദ്യം ഇതിൻ്റെ ലെഫ്റ്റ് എടുക്കും. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അതിൻ്റെ അകത്ത് വീണ്ടും ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. ലെഫ്റ്റ് ഏതാണ്? 4 ആദ്യം വരും. പിന്നെ റൈറ്റ് ഏതാണ്? 5 എഴുതും. പിന്നെ റൂട്ട് ഏതാണ്? 2 വരും. അപ്പോൾ പോസ്റ്റ് ഓർഡർ. അപ്പോൾ എന്ത് വന്നു? ലെഫ്റ്റ് ഫുള്ളും വന്നു. അടുത്ത് എന്ത് വരും? റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതെടുക്കും. ഇതിൽ വീണ്ടും ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. ലെഫ്റ്റ് ആരാണ്? 6, റൈറ്റ് ആരാണ്? 7, റൂട്ട് ആരാണ്? 3. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ്, റൈറ്റ് ആയി. ഇനി അടുത്ത റൂട്ട് ആരാണ്? 1. സോ ദിസ് ഇസ് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ. വളരെ സിമ്പിളാണിത്. ഇത്ര ഓർത്താൽ മതി. ഓരോ ട്രാവേഴ്സലും ഇൻ ഓർഡർ ആണെങ്കിൽ ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. പ്രീ ഓർഡർ ആണെങ്കിൽ റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. പോസ്റ്റ് ഓർഡർ ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. ഇനി ഫൈനൽ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ. ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അറേയിൽ നോർമൽ എങ്ങനെയാണ് വരുന്നത്? 1, 2, 3, 4, 5, 6, 7. ദാറ്റ് ഇസ് റൂട്ട്, അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ്, പിന്നെ റൈറ്റ് ചൈൽഡ്, പിന്നെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ ചിൽഡ്രൻ, പിന്നെ റൈറ്റ് ചൈൽഡിൻ്റെ ചിൽഡ്രൻ. അങ്ങനെ അതാണ് ലെവൽ ഓർഡർ ട്രാവേഴ്സ്. ഓരോ ലെവൽ ബൈ ലെവലായിട്ട് ട്രാവേഴ്സ് ചെയ്ത് പോകുന്നു. ആദ്യം ഫസ്റ്റ് 0th ലെവലിൽ 1 മാത്രം. ഇനി ഫസ്റ്റ് ലെവലിൽ ആരൊക്കെയുണ്ട്? 2ഉം 3ഉം. പിന്നെ സെക്കൻഡ് ലെവലിൽ ആരൊക്കെയുണ്ട്? 4ഉം 5ഉം 6ഉം 7ഉം. അങ്ങനെ ഒരു ലെവൽ ബൈ ലെവലായിട്ട് ട്രാവേഴ്സ് ചെയ്യുന്നതാണ് ലെവൽ ഓർഡർ ട്രാവേഴ്സൽ. സോ ദീസ് ആർ ദ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാവേഴ്സൽ. ഇത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇതാണ് ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ. ഇൻ ഓർഡർ എന്ന് പറയുമ്പം ലെഫ്റ്റ്, റൂട്ട്, റൈറ്റ്. പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ റൂട്ട്, ലെഫ്റ്റ്, റൈറ്റ്. പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, റൈറ്റ്, റൂട്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ മോഡ്യൂളിൽ തന്നെ ട്രീ ട്രാവേഴ്സൽ പഠിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ നമ്മളിപ്പം ഈ വീഡിയോയിൽ പഠിച്ചത് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനറി ട്രീസ് ആണ്. 7 പ്രോപ്പർട്ടീസ് നോക്കി. മാക്സിമം നമ്പർ ഓഫ് നോഡ്സ് അറ്റ് ലെവൽ I, then maximum number of nodes in a binary tree of height h, then minimum possible height of a binary tree with n nodes. പിന്നെ പെർഫെക്റ്റ് ട്രീയിലാണ് the relationship between perfect binary tree and relationship between nodes, internal nodes and total nodes. അതേപോലെ in a full binary tree ആണ് relationship between the nodes, internal nodes and total nodes. Then സിക്സ്ത് പ്രോപ്പർട്ടീസ് ബൈനറി ട്രീ വിത്ത് n നോഡ്സ് ഉള്ള ഒരു ബൈനറി ട്രീയിൽ എക്സാക്ട്ലി n-1 എഡ്ജസ് ഉണ്ടാവും. ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ട്രാവേഴ്സൽസ് ആണ്. 4 ട്രാവേഴ്സൽസ് നമ്മൾ പഠിച്ചു. ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ, ലെവൽ ഓർഡർ. ഓക്കെ, താങ്ക് യു.